CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പെരുമ്പലാവ് പട്ടാമ്പി റോഡിൽ കഞ്ചാവ് കടത്താൻ ശ്രമിച്ച രണ്ടുപേരെ കുന്നംകുളം പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടി. കുന്നംകുളം ചൊവ്വന്നൂർ മാന്തോപ്പ് സ്വദേശി കരിയടത്ത് വീട്ടിൽ സനൽ, മലപ്പുറം നന്നമുക്ക് പള്ളിക്കര സ്വദേശി അണ്ടനാത്ത് വീട്ടിൽ മുബഷിർ എന്നിവരാണ് അറസ്റ്റിലായത്. കനത്ത മഴയെ തുടർന്ന് ബ്രേക്കിട്ടപ്പോൾ റോഡിൽ തെന്നിമാറിയ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മതിലിലിടിച്ചു. ബുധനാഴ്ച രാവിലെ 8:40 കുന്നംകുളം തൃശൂർ സംസ്ഥാന പാതയിൽ കാണിപ്പയ്യൂരിലാണ് അപകടമുണ്ടായത്. അപകടത്തിൽ 2 യാത്രക്കാർക്ക് നിസ്സാര പരിക്കേറ്റു. ഡിവൈഎഫ്ഐ 16ാമത് ജില്ലാ സമ്മേളനത്തിന് എരുമപ്പെട്ടിയിൽ തുടക്കമായി. പ്രകടനത്തിന് ശേഷം ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ പതാക ഉയർത്തിയതോടെയാണ് സ്കൈ ഇന്റർനാഷണലിൽ സജ്ജമാക്കിയ സഖാവ് പുഷ്പൻ നഗറിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിന് തുടക്കമായത്. കേരളം കണ്ട ഏറ്റവും വലിയ അവസരവാദ രാഷ്ട്രീയത്തിന്റെ ആൾരൂപമാണ് മുഖ്യമന്ത്രി VD സതീശനെന്നും നടപ്പിലാക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ നൽകിയാണ് UDF ഭരണം നേടിയതെന്നും രാജ്യസഭാ MP A റഹീം പറഞ്ഞു. എരുമപ്പെട്ടിയിൽ നടക്കുന്ന ഡിവൈഎഫ്ഐ 16ാമത് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിറയെ യാത്രക്കാരുമായി സർവീസ് നടത്തുകയായിരുന്ന സ്വകാര്യ ബസിന്റെ മുൻചക്രം കാനയിലേക്ക് വീണു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇന്ന് രാവിലെ 9 വടക്കേക്കാട് സെന്ററിലായിരുന്നു അപകടം. കുന്നംകുളം കുണ്ടുകടവ് റൂട്ടിലോടുന്ന മനോകൃഷ്ണ ബസാണ് അപകടത്തിൽപ്പെട്ടത്. ബസിൽ നിറയെ ആളുകളുണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കില്ല. ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ടൗൺഹാളിൽ നടന്നുവരുന്ന ലോകകപ്പ് ഫുട്ബോൾ ബിഗ് സ്ക്രീൻ പ്രദർശനം തടയാനെത്തിയ തദ്ദേശ വകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞ് പ്രതിഷേധം. പ്രദർശനത്തിന് ടൗൺഹാൾ സൗജന്യമായി അനുവദിച്ചതിനെതിരെ തദ്ദേശ വകുപ്പ് വീണ്ടും ഉത്തരവിട്ടതിനെ തുടർന്നായിരുന്നു നടപടി. ദുർഗന്ധം വമിക്കുന്ന ഹോട്ടൽ മാലിന്യം ഒഴുക്കിവിടുന്നതായി പരാതി. താഴത്തെ അക്കിക്കാവിലുള്ള ഹോട്ടലിൽ നിന്നുള്ള മാലിന്യം സമീപത്തു തന്നെയുള്ള ഓപ്പൺ ടാങ്കിലേക്ക് തുറന്നുവിട്ടതിൽ സമീപത്തെ ബ്യൂട്ടി പാർലർ ഉടമ ആരോഗ്യവകുപ്പിന് പരാതി നൽകി. നവമണലൂർ പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിലെ ഗ്രാമീണ റോഡ് വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനുവേണ്ടി പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA നേതൃത്വത്തിൽ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, എഞ്ചിനീയർമാർ എന്നിവരുടെ സംയുക്ത യോഗം ചേർന്നു. ശക്തമായ കാറ്റിലും മഴയിലും ചങ്ങരംകുളം മൂക്കുതല കാഞ്ഞൂർ ആലിൻ ചുവട്ടിൽ റോഡരികിൽ നിന്നിരുന്ന ഭീമൻ ആൽമരം കടപുഴകി റോഡിലേക്ക് വീണു. ബുധനാഴ്ച രാവിലെ 8:15 സംഭവം. അപകടത്തിൽ ആളപായമില്ല. പൈപ്പ് പൊട്ടി റോഡ് തകർന്നിട്ട് ആഴ്ചകൾ. അപകടഭീതിയിൽ യാത്രക്കാർ. കുന്നംകുളം സീനിയർ ഗ്രൗണ്ട് സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിന് മുമ്പിലെ പ്രധാന റോഡാണ് പൂർണ്ണമായും തകർന്ന് കുണ്ടും കുഴിയുമായി മാറിയത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് കുന്നംകുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ബോയ്സിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. മൺസൂൺ കാലത്തെ വറുതിയിലും തീരദേശ ജനതയ്ക്ക് ആശ്വാസമേകി സുന്നി യുവജന സംഘം. സംഘടനയുടെ സംസ്ഥാന വ്യാപകമായ സാമൂഹിക സാന്ത്വന സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ സഹായ പദ്ധതിയുടെ കീഴിൽ അർഹരായ മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് ഫിഷിംഗ് ബോട്ട് വിതരണം ചെയ്തു. മുനക്കക്കടവ് ഹാർബറിൽ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. വരാനിരിക്കുന്ന ഓണക്കാലത്ത് നഗരസഭയെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കുന്നംകുളം നഗരസഭയിൽ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്ക് ചെണ്ടുമല്ലി തൈകളും പച്ചക്കറി തൈകളും വിതരണം ചെയ്തു. ഓണത്തിന് വിളവെടുപ്പ് നടത്താൻ പാകത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. പൊന്നയൂർക്കുളം സാഹിത്യ സമിതിയുടെ 2026 അശോകൻ നാലപ്പാട്ട് സ്മാരക വായന അവാർഡ് ജൂൺ 19 വായനാ ദിനത്തിൽ ചേലക്കര സ്വദേശി PC രാഹുലിന് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ പുന്നയൂർക്കുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.